ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്. അതിനുവേണ്ടി 1 കപ്പ് ചെമ്മീൻ, 1 കപ്പ് തേങ്ങ, 10 ചുവന്ന മുളക്, 2 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഈ 2-3 പ്രാവശ്യം കഴുകിയെടുത്ത ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇത് വൃത്തിയായി കിട്ടിയിരിക്കുന്ന ചെമ്മീനാണ്, അതുകൊണ്ട് അതിൻ്റെ തലയും വാലൊന്നും കളയേണ്ട ആവശ്യം വന്നില്ല. കഴുകിയെടുത്താൽ മാത്രം മതിയായിരുന്നു. ഇതുപോലത്തെ ചെറിയ ചെമ്മീൻ പൊടി കിട്ടും, അതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. വലുതാണെങ്കിൽ അത് തലയും വാലൊക്കെ ഒന്ന് നുള്ളിക്കളയണം. അപ്പോൾ 2 മിനിറ്റ് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒരു 2-3 മിനിറ്റ് നേരം ആകും അതൊന്ന് വറുത്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഏകദേശം വറവായിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറി കഴിയുമ്പോൾ ഇത് പൊടിച്ചെടുക്കണം. ഈ ചീൻചട്ടിയിലേക്ക് വേറെ തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ആ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ പൊളിച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. പായിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് 1 മിനിറ്റ് നേരം അതിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. സിമ്മിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. ആദ്യം ഈ ചെമ്മീൻ ഒന്ന് പൊടിച്ചെടുക്കാം. ചെമ്മീൻ ചൂടാറിയിട്ടുണ്ട്. അത് പൊടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ചെമ്മീനിൽ ഉപ്പ് ഉണ്ടാകില്ല, അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതൊന്ന് പൊടിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കുക. പുളിയുടെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ്. പുളിയും ചേർത്ത് ഞാൻ ചെമ്മീൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ചെമ്മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.